കുട്ടികൾക്ക് ഈ പഠിത്തം എന്ന് പറയുന്ന കാര്യത്തോടൊക്കെയുള്ള ഒരു സമീപനം തന്നെ വളരെ അങ്ങ് ഒരു നിസ്സാരവൽക്കരിച്ചാണ് പലരും പോകുന്നത്. അവർക്ക് പഠിത്തമൊക്കെ എന്തോ ഒരു ഗുണമില്ലാത്തതാണ്, പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ചില കുട്ടികളെ സംബന്ധിച്ച് പഠിത്തത്തിൻ്റെ സീരിയസ്നെസ് ഒക്കെ അവർക്കറിയാം, പക്ഷെ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിച്ചാൽ ഓർമ്മ നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസുണ്ട്. ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ആ ടെൻഷൻ കാരണം പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. അതിലേറ്റവും പ്രധാനമാണ് കുട്ടികളെ പഠനത്തിന് വേണ്ടി ഓർഗനൈസ് ചെയ്യുക, പഠിക്കാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ അവരെ സീരിയസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക, അതിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കാനും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനും ഒക്കെ അവരെ പ്രാപ്തമാക്കുക. ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ഭാഗത്തൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷണൽ ഗൈഡൻസും കരിയർ ഗൈഡൻസും ഒക്കെ കൊടുത്താൽ അവർ കുറേ കൂടെ മോട്ടിവേറ്റഡ് ആവും എന്നുള്ളത് ധാരാളം ക്ലാസ്സുകളിലൂടെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മാതാപിതാക്കൾക്ക് ഇൻഡിവിജ്വലായിട്ടെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയും. ഇന്ന് അതിനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ലോകത്ത് ധാരാളമായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സീനിയർ കുട്ടികൾക്കായിട്ടൊരു എഡ്യൂക്കേഷൻ സെമിനാർ നടത്തുകയായിരുന്നു. കരിയർ, അതുപോലെ തന്നെ പരീക്ഷ, പഠനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്തത്. കുട്ടികളുടെ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ പ്രധാനമായും മനസ്സിലാക്കിയൊരു കാര്യം, പഠിക്കാൻ പല കുട്ടികൾക്കും അറിയില്ല. 10th പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. പല കുട്ടികൾക്ക് എങ്ങനെയാണ് പഠനത്തെ സമീപിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് അറിയില്ല. അപ്പോൾ ഒരു ഫൈനൽ ക്ലാസ്സിലൊക്കെ എത്തിയിട്ടും യഥാർത്ഥത്തിൽ പഠിക്കാൻ പോലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വളരെ മോശമായൊരു കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഒരു വലിയ തകരാറാണതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടത്? പല കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ടെൻഷനാണ്, ഓർമ്മ കിട്ടുന്നില്ല. പഠിക്കാൻ ആദ്യമൊക്കെ ഇരിക്കും, പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിലേക്കെല്ലാം ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പണ്ടും കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇന്നും ആ പ്രശ്നങ്ങളൊന്നും നമ്മൾ പരിഹരിച്ചിട്ടില്ല. വിദ്യാഭ്യാസം പുരോഗമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പല പുതിയ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും സത്യത്തിൽ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ പ്രശ്നങ്ങളൊന്നും കുറയുന്നില്ല, കൂടുകയാണെന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. പ്രത്യേകിച്ച് മൊബൈൽ ഫോണൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കോവിഡിന് ശേഷമുള്ള കാലത്ത് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിൽ, ഇമോഷണൽ ഹെൽത്തിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ഒരു സ്കൂൾ കുട്ടികളുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് കിട്ടിയത് ഈ കോവിഡിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും പെട്ടെന്ന് ഡൈവേർട്ടഡ് ആകുന്നതിൻ്റെയും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെയും ഒക്കെ ഒരു മൂലകാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് പഠിക്കേണ്ടത്? പല കുട്ടികളും പഠനത്തെ ഒരു മറ്റ് കളികളൊക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഇരിക്കുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് പഠിക്കാനിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി പഠിക്കാനിരിക്കേണ്ടതുപോലെയല്ല ആരാധനയ്ക്കിരിക്കേണ്ടതുപോലെയല്ല സിനിമ കാണാനിരിക്കേണ്ടത്. അപ്പോൾ ഓരോ സ്ഥലത്തും എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും അപ്പോൾ പഠനം എന്ന് പറയുന്നത് ലൈഫിന് വേണ്ട ഒരു കാര്യമായതുകൊണ്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു കാര്യമായതുകൊണ്ടും ഇന്നത്തെ പഠനത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് നാളെ എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്തേണ്ടതെന്നുള്ളത് കൊണ്ടും ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെയോ പ്രാർത്ഥിക്കാനിരിക്കുന്ന ലാഘവത്തോടെയോ അല്ലെങ്കിൽ ഒരു കാഷ്വലായിട്ടൊരു കാര്യം ചെയ്യുന്ന ലാഘവത്തോടെയോ നമുക്ക് പഠിക്കാനിരുന്നാൽ അതിൻ്റെ ഔട്ട്കം വളരെ പോറായിരിക്കും. അപ്പോൾ പഠനത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന സമയം, എപ്പോഴും പഠിക്കേണ്ട കാര്യമില്ല, പഠിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട് വളരെ സോളിഡായിട്ടിരിക്കാൻ കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായൊരു കാര്യം, ഞാൻ എന്തിനാണ് പഠിക്കുന്നതെന്നുള്ളത് തന്നെ പല കുട്ടികൾക്കും അറിയില്ല. പഠനത്തിൻ്റെ പ്രയോജനം എന്താണ്? അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഫിസിക്സ് പഠിക്കുകയാണ്, ഫിസിക്സ് പഠിച്ചാലുള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ പഠിക്കുകയാണ്, ആ ചാപ്റ്റർ ഞാൻ ലേൺ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇത്തരം കാര്യങ്ങൾ തന്നെ പലപ്പോഴും അധ്യാപകരൊന്നും കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. മാതാപിതാക്കൾക്ക് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള ഇതില്ല. അവർ കുറേ മാർക്ക് കിട്ടിയോ ഇല്ലയോ ഇത് വെച്ചുകൊണ്ട് അങ്ങ് ബഹളം എന്നുള്ളതല്ലാതെ കാര്യകാരണ സഹിതം ഓരോ വിഷയവും അതിൻ്റെ ഇമ്പോർട്ടൻസും ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന, പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് പരീക്ഷയ്ക്ക് വരുമോ? അപ്പോൾ പരീക്ഷയ്ക്ക് വരുമോ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അവസാനം ജീവിതത്തിൽ വലിയ നിലയിലൊന്നും എത്താതെ പോകുന്നത്. ഇപ്പോൾ ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രത്യേക
പ്രത്യേകത, ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ഒത്തിരി തകരാറ് പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെയല്ല പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനായിട്ട് പഠിക്കണം. അപ്പോൾ പഠിക്കാനുള്ള ഒരു കാരണം നമ്മൾ സൃഷ്ടിക്കണം. നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു വൈകാരികമായ റിലേഷൻഷിപ്പിലേക്ക് ആ പഠനത്തെ കൊണ്ടുവരാൻ കഴിയണം. ഇല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ആ പഠനത്തിൽ ഇരിക്കുന്നത്? പലപ്പോഴും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നീ നമുക്കൊരു കഷ്ടം വേണം, അല്ലെങ്കിൽ അമിതമായൊരു ഇഷ്ടം വേണം. അപ്പോൾ എന്തെങ്കിലും വലിയ ദാരിദ്ര്യമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഒരു കാലത്ത് നമ്മൾ പഠിച്ചിരുന്നതെങ്കിൽ ഇനിയുള്ള കാലത്ത് നമ്മൾ പഠിക്കണമെങ്കിൽ അതിനോട് ഒരു ഇഷ്ടം നമുക്കുണ്ടാവണം. അതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഗോള്, ഒരു ലക്ഷ്യം ഒക്കെ നമുക്കുണ്ടെങ്കിലേ നമുക്ക് പഠിക്കാനുള്ള തോന്നലുണ്ടാവുകയുള്ളൂ. അപ്പോൾ പഠിക്കുക എന്നുള്ളത് തന്നെ പഠിക്കുന്നതിൻ്റെ ഒരു കാരണം കണ്ടെത്തുക, പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് തിരിച്ചറിയുക, ഇതൊക്കെ വളരെ ആവശ്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് ഒരു എഡ്യൂക്കേഷണൽ ഗൈഡൻസ് ഒക്കെ ഒരു മുതിർന്ന പ്രായത്തിലൊക്കെ, പ്രത്യേകിച്ച് ഒരു 14-15 വയസ്സിലൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ ഒരു മാർഗ്ഗനിർദ്ദേശമൊക്കെ കിട്ടുന്നത് നല്ലതാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയൊക്കെ ഈ പഠിക്കുന്നത് എന്തോ കുഴപ്പമാണെന്നും പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നും ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ചതൊക്കെ വേസ്റ്റ് ആണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ ഒരുമാതിരി വളരെ അവരുടെയൊക്കെ കാര്യങ്ങൾ അവർ നേടിക്കഴിഞ്ഞു. പക്ഷേ അടുത്ത തലമുറയെ വളരെ ചീപ്പാക്കി മാറ്റാനുള്ള ഒരുപാട് ക്ലീശയായിട്ടുള്ള കുറേ ഡയലോഗുകൾ, അതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കുട്ടികൾ കേൾക്കുന്നതുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് പഠനത്തോടുള്ള ഒരു സമീപനം തന്നെ വളരെ വില കുറഞ്ഞ ഒരു രീതിയിലാണ് പല കുട്ടികളും പഠനത്തെ കാണുന്നത്. എല്ലാവരും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്ര ബിൽ ഗേറ്റ്സ് ഒന്നും പഠിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗുകളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം കേൾക്കാറുണ്ട്. അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സീരിയസ് ആയിട്ട് പഠനത്തെ എടുത്തിട്ടുള്ളവർ, ജീവിതത്തിൽ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർ, തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം അവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ വരുമ്പോൾ, വ്യത്യസ്തമായ മേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടാറുണ്ട്. അപ്പോൾ പഠിച്ചതൊന്നും വേസ്റ്റല്ല. ഇനി ആ പഠന പ്രക്രിയയിലുള്ള വലിയൊരു ഗുണം എന്താ? നമ്മൾ സീരിയസ് ആയിട്ട് ജീവിതത്തിന് വേണ്ടി പഠിക്കുമ്പോൾ ആ പഠനത്തിൽ നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ടോട്ടലാക്കുമ്പോൾ, ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ എബിലിറ്റിയും ലീഡർഷിപ്പും ഒക്കെ ഉയരുകയാണ്. കാരണം ഞാനൊരു കാര്യത്തെ പഠിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള എൻ്റെ എഫേർട്ട്, അത് തന്നെ വലിയൊരു കാര്യമാണ്. ആ എഫേർട്ട് ഇടുക, റിസൾട്ട് അവിടെ നിൽക്കട്ടെ. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടു, ഈ എഫേർട്ട് ഇടാനുള്ള കഴിവ് ചെറിയ പ്രായത്തിലെ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ നാളെ ഏത് പ്രശ്നം വരുമ്പോഴും അതിൻ്റെ പുറകിലൊരു എഫേർട്ട് ഇടാനുള്ള ധൈര്യം അവർക്കുണ്ടാകും. കാരണം അത് അവരുടെ ഒരു ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞു, അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ ആ എഫേർട്ട് ഇടാനുള്ള ഒരു എബിലിറ്റി, അതിനുവേണ്ടി പെയിൻ എടുക്കാനുള്ള ഒരു എബിലിറ്റി, അതിനുവേണ്ടി കുറച്ച് സമയം ഇരുന്ന് കഷ്ടപ്പെടാനുള്ള ഒരു എബിലിറ്റി, ഒരു ക്ഷമയും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കഷ്ടപ്പെടാനുള്ള ഒരു കരുത്തും ഒക്കെ കാണിക്കുമ്പോൾ അതെല്ലാം അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുകയാണ്. നമ്മൾ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സബ്ജക്റ്റ്, എനിക്കിപ്പോൾ മാത്സ് പാടാണ്, ആ മാത്സിന് വേണ്ടി ഞാൻ അഡീഷണലായിട്ട് എഫേർട്ട് ഇടുകയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഒരു കുട്ടി എന്നോട് എഴുന്നേറ്റ് ചോദിച്ചു, സാർ ഈ പരീക്ഷ പേടിയാണ്, എനിക്ക് ഭയങ്കരമായ പരീക്ഷ പേടിയാണ്. ഞാൻ ചോദിച്ചു, മോൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തോട് വലിയ പേടിയായിരിക്കും, മൊത്തമായിട്ട് പേടിയാണോ, ഏതെങ്കിലും ഒരു വിഷയത്തോടാണോ പേടി? അപ്പോൾ ആ കുട്ടിക്ക് കെമിസ്ട്രിയോടാണ് പേടി. അപ്പോൾ ആ കെമിസ്ട്രിയുടെ പേടിയിൽ നിന്നാണ് ബാക്കി പേടിയെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ആ കുട്ടിയോട് ചോദിച്ചു, കെമിസ്ട്രി വളരെ കുറച്ച് മാത്രമേ പഠിക്കാൻ എടുക്കാറുള്ളൂ അല്ലേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, ഞാൻ ഏറ്റവും കുറവ് പഠിക്കുന്ന കെമിസ്ട്രിയാണ്. അവിടെ തന്നെയാണ് ആ പേടി കൂടുന്നതിൻ്റെ കാരണം. നമുക്ക് കെമിസ്ട്രി പാടാണെങ്കിൽ നമ്മൾ ആ കെമിസ്ട്രി എല്ലാ ദിവസവും എടുത്ത് പഠിക്കണം, ആ കെമിസ്ട്രിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് എടുക്കണം, കെമിസ്ട്രി അറിയാവുന്ന ആരെങ്കിലുമായിട്ട് നിരന്തരമായിട്ട് സംസാരിക്കണം. അങ്ങനെ ആ കെമിസ്ട്രിയുടെ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ആ കെമിസ്ട്രിയുടെ പുറത്ത് കയറിയിരുന്നാൽ ആ കെമിസ്ട്രി നമുക്ക് മനസ്സിലാവുമോ? അപ്പോൾ പഠനത്തെ സമീപിക്കുന്നതിലാണ് വളരെ പ്രധാനമായ കാര്യം. ഇനി പേരൻസൊക്കെ എപ്പോഴും പറയും, പോയിരുന്ന് പഠിക്കും. പല കുട്ടികൾക്കും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും ആ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. കാരണം അതിൻ്റെ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ നേരെ പഠിച്ചിട്ടില്ല, അതിൻ്റെ കോൺസെപ്റ്റുകളൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ പഠനം ഒരു കണ്ടിന്യൂവേഷനാണ്. 6ലും 7ലും 8ലും ഒക്കെ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്കാണ് 10ൽ വരുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ്സിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരല്പം താഴോട്ടിറങ്ങി അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു സംവിധാനം വേണം. ഇനി പഠനത്തിൽ വൈകല്യമുള്ള കുട്ടികൾ, പഠനത്തിൽ സ്ലോ ആയിട്ടുള്ള കുട്ടികൾ, അവർക്കൊക്കെ പേഴ്സണലായിട്ട് ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾ വേണം. പല കുട്ടികളും പോയിരിക്കുന്ന 10ഉം 30ഉം 40ഉം പേരൊക്കെ ഇരിക്കുന്ന ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ പോയിരുന്നാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെ മിടുക്കരായ കുട്ടികളെ ഫോക്കസ് ചെയ്ത് അവർ പഠിപ്പിച്ചങ്ങ് പോകും. ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്.
ഇപ്പോൾ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ പേഴ്സണലായിട്ട് അറ്റൻഡ് ചെയ്ത് അവരെവിടെ നിൽക്കുന്നു അവിടെ നിന്ന് പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ക്ഷമയുള്ള ആരെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണം. ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ജനറലായിട്ട് ഇതിനെല്ലാം അങ്ങ് കാണാൻ ശ്രമിക്കുകയാണ്. സ്പെസിഫിക്കായ റീസൺ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ്, ഇവിടെയാണ് എൻ്റെ പ്രശ്നം. ചില കുട്ടികൾ പഠിക്കാനിരിക്കുന്നത് തന്നെ മൊബൈൽ ഫോണുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫോണിലേക്ക് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് സ്വാഭാവികമാണ്. ഇൻസ്റ്റാഗ്രാമും എല്ലാത്തിലും അക്കൗണ്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം നമുക്ക് പഠിക്കാനിരിക്കണമെങ്കിൽ, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ, പഠിച്ച ഒരു കാര്യത്തെ മനസ്സിലാക്കി മാസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഫോണുമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അപ്പോൾ നമുക്ക് ഫോൺ കാണാനൊരു ടൈം വയ്ക്കുക, നമുക്ക് പഠിക്കേണ്ടപ്പോൾ പഠിക്കാനൊരു ടൈം വയ്ക്കുക, കഴിക്കേണ്ടപ്പോൾ കഴിക്കുക, ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങുക. അതാണ് ഒരു ലൈഫിൻ്റെ മാസ്റ്ററി എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാൽ നമ്മളൊരിടത്തും എത്തില്ല. അതുപോലെ പഠിച്ച ഒരു കാര്യത്തെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാന കാര്യം, ഇപ്പോൾ CBSE വരുന്നിരിക്കുന്ന പുതിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഓപ്പൺ ബുക്ക് എക്സാമിനേഷനൊക്കെ വരികയാണ്. ഇങ്ങനത്തെ പുതിയ സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ, നമ്മൾ ടെക്സ്റ്റ് വായിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കി നോട്ട് ചെയ്ത് പഠിക്കണം. ആ കീ വേർഡ് എവിടെയാണ്, ആ കീ വേർഡ് കണ്ടാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ കീ പോയിൻറ്റ്സ് ഒക്കെ എഴുതി പഠിക്കണം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞത്, സാറേ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട്സ് ഉണ്ട്, പിന്നെ എൻട്രൻസുകാർ തരുന്ന നോട്ട്സ് ഉണ്ട്, പിന്നെ അല്ലാതെ കുറേ വീഡിയോ എല്ലാം കാണണം. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ ഇതെല്ലാം കൂടെ കാണാൻ നിനക്ക് അതാണ് നിങ്ങളെ പ്രശ്നം, എനിക്കിതെല്ലാം കൂടെ കാണാൻ സമയമില്ല. ഒരാവശ്യമില്ല. നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് നിങ്ങളുടെ പരീക്ഷാ സംവിധാനത്തിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ CBSE ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും ICSE ആണെങ്കിലും നിങ്ങൾക്ക് സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിനനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. 1-2 ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് വൃത്തിയായിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ആ കീ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കാമെങ്കിൽ വേറെ ഒരു സാധനവും പഠിക്കേണ്ട കാര്യമില്ല. അത് മാത്രം പഠിച്ചാൽ മതി. കാരണം ആ കീ പോയിൻറ്റ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ കീ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലാണ് വരുന്നത്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിട്ട് മാത്രം കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ പഠിച്ച കാര്യം എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആ പഠിച്ച കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യുക, പഠിച്ച കാര്യത്തെ ഒന്ന് റീസൺ ചെയ്യുക, പഠിച്ച കാര്യത്തെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് വന്നാലും അതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പഠിക്കുക. പഠിക്കുമ്പോൾ കുറച്ചൊക്കെ എഴുതി തന്നെ പഠിക്കേണ്ടി വരും. പല കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല, അത് വേറൊരു വിഷയമാണ്. എഴുതാനുള്ള കഴിവ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. കാരണം പരീക്ഷയ്ക്ക് എഴുതിയാണ് നമ്മൾ ആ എക്സാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുതാനുള്ള കപ്പാസിറ്റി കൂട്ടണം. ചിന്തിക്കാനുള്ള കഴിവ് കൂട്ടുക, അനലൈസ് ചെയ്യാനുള്ള കഴിവ് കൂട്ടുക, പിന്നെ എക്സാമ്പിൾസൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നമുക്കറിയാവുന്ന അറിവുകളെല്ലാം പേപ്പറിൽ കൊണ്ടുവരാൻ കഴിയണം. ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം. പല കുട്ടികൾക്കും ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ ശരിയാവുന്നില്ല. ധാരാളം ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കണം, മെൻ്റലി അനലൈസ് ചെയ്ത് നോക്കണം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് ആൻസർ എഴുതാൻ പറ്റുമോ, ആൻസറിലേക്ക് എനിക്ക് ആ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുറേ എടുത്ത് നോക്കി അതിലൊരു മാസ്റ്ററി വരുത്താനായിട്ട് ശ്രമിച്ചാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഇനി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് കുറഞ്ഞത്, എവിടെയാണ് കുറഞ്ഞത്, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെയാണ് ബെറ്റർ ആവേണ്ടത്, ഇത് നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മൾ തന്നെ ഇരുന്ന് അനലൈസ് ചെയ്യണം. കുട്ടികളൊന്നും അങ്ങനെ ചെയ്യുന്നേ ഇല്ല. മാർക്ക് കുറഞ്ഞാൽ കുറേ ബഹളവും വഴക്കും കുറേ കുറ്റപ്പെടുത്തലും ഇതൊന്നും അല്ല ആവശ്യം. മാർക്ക് കുറയുന്നത് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഫോർ ലേണിംഗ്. കാരണം മാർക്ക് കുറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി എൻ്റെ എഴുത്ത് എവിടെയോ ശരിയായില്ല, അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എവിടെയാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തെയും വളരെ വസ്തുനിഷ്ഠമായി അനലൈസ് ചെയ്ത് പഠനത്തെ സമീപിച്ചാൽ നമുക്ക് വളരെ ബെറ്ററാകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അതിനൊരു ലാർജർ ഗോൾ ഉണ്ടാവണം. അതാണ് ഒരു കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഗുണം. കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുന്ന കുട്ടികൾ കുറേ കൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും. കാരണം അവർക്കറിയാം, ഇപ്പം ഒരു കുട്ടി അവൾ പറഞ്ഞു ഡോക്ടർ എഞ്ചിനീയറും ഒന്നും ആവാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എനിക്ക് നല്ലൊരു ഗോൾ വേണം. ആൻഡ് ഷീ ഹാസ് ഡിസൈഡഡ് ടു ഗോ ഫോർ സുവോളജി അറ്റ് എ ഡിഗ്രി ലെവൽ. അപ്പോൾ അതിനുവേണ്ടി ആ കുട്ടി തയ്യാറാകണം. അപ്പോൾ സുവോളജിക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പോകണം. ബെസ്റ്റ് കോളേജിൽ പോകണമെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ അത് ആ കുട്ടിയെ ഫോക്കസ്ഡ് ആക്കി, ആ കുട്ടിയെ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആക്കി, ഇൻസ്പയർഡ് ആക്കി മതി.
അപ്പോൾ സുവോളജി എടുത്താൽ എന്തൊക്കെയാണ് അവൾക്ക് ഫ്യൂച്ചറിൽ പഠിക്കേണ്ടത്, എന്തിലാണ് അവൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ പഠിച്ചാൽ അതിൻ്റെ പ്രയോജനമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു പിന്നെ ചെറിയ ഒരു ഐസ്ക്രീം കഴിക്കുന്നതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റുകൾ, ഇന്നത്തെ ആഘോഷങ്ങൾ, ഇന്നത്തെ സെലിബ്രേഷൻസ്, ഇതിൽ നിൽക്കുകയാണ് പലപ്പോഴും കുട്ടികൾ. അവരുടെ കുറ്റമല്ല. അവരെ നാളത്തെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്, കുറച്ചുകൂടി ഉയർന്ന ഭാവിയിലേക്ക്, ഉന്നതമായൊരു ജീവിതത്തിലേക്കൊക്കെ സ്വപ്നം കാണിക്കാൻ കഴിയുമ്പോൾ അവർ കുറേ കൂടെ വലിയ ഗോളുകളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാവും. അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. സ്കൂളുകളിലൊക്കെ അങ്ങ് മൈക്രോ മാനേജ് ചെയ്യുകയാണ്. പഠിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ കുട്ടികൾ പഠിക്കില്ല. കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പഠിക്കാതിരുന്നാൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ പഠിക്കാതിരുന്നാൽ ബിൽ ഗേറ്റ്സ് ആകാനൊന്നും സാധിക്കില്ല. പഠിച്ച് ഒരു കാര്യത്തെ മാസ്റ്റർ ചെയ്ത് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നാളെ ലോകത്ത് വരുന്ന ഏതൊരു ചലഞ്ചിനെയും പഠിച്ച് മാസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. ഇന്ന് അനലൈസ് ചെയ്യാൻ പഠിക്കുന്ന കുട്ടികൾക്ക് നാളെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇന്ന് റീസൺ ചെയ്യാൻ പഠിക്കുന്ന കുട്ടികൾ നാളെയും റീസൺ ചെയ്യും. ഇന്ന് എക്സാമുകളിൽ മാസ്റ്ററി ചെയ്യുന്ന ഒരാൾക്ക് നാളെയും എക്സാമുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ജീവിതത്തിലെ വലിയ വലിയ പരീക്ഷകൾ വരുമ്പോഴും അതിനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ചാണ് നാളെയും നിങ്ങൾ ലോകത്ത് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ നാളെ വരാൻ പോകുന്ന ചലഞ്ചസ് ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ കരുത്ത് ഇതാണ്. പരീക്ഷയും പഠിത്തത്തിലൂടെയൊക്കെ നമ്മൾ ആർജിക്കുന്ന ചില ഗുണങ്ങൾ, ആർജിക്കുന്ന ചില ട്രെയ്റ്റുകൾ, ആർജിക്കുന്ന ചില സ്കില്ലുകൾ നാളെ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ മാനേജ് ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കി. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെയും പഠനത്തിൻ്റെയും ഗുണം. ഇന്ന് വിദ്യാഭ്യാസവും പഠനവും ഒക്കെ അലങ്കോലപ്പെടുത്തി നിസ്സാരവൽക്കരിച്ച് മീഡിയോക്കറായി നടന്നാൽ നാളെ നിങ്ങൾ വലിയ ചലഞ്ചുകൾ വരുമ്പോൾ വിൽറ്റ് ചെയ്യും. നാളെയും നിങ്ങളുടെ ജീവിതം വെറും മീഡിയോക്രിറ്റി ആയി പോകും. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഈ പഠിക്കുന്ന കാലത്ത് കുറേ കൂടെ ഡിസിപ്ലിൻ, അതുപോലെ ഡിസിപ്ലിൻ ഒരു വലിയ കാര്യമാണ്. എപ്പോൾ പഠിക്കാനിരിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം, ഇന്ന് എത്ര കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ടൈം മാനേജ്മെൻറ്റ്, പങ്ക്ച്വാലിറ്റി, പിന്നെ ഒരു ഡെഡ് ലൈനൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യണം. ആ ഡെഡ് ലൈൻ നമ്മൾ തന്നെ ഓണർ ചെയ്യണം. സമയബന്ധിതമായിട്ട് കാര്യങ്ങളെ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ പഠിക്കാനൊക്കെ ഇപ്പം പരീക്ഷയൊക്കെ വരാൻ പോകുന്നു. ഇനി 1-2 മാസം കൂടെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എത്ര സബ്ജക്റ്റുകളുണ്ട്, അതിൻ്റെ എല്ലാം സിലബസ് എന്താണ്, എന്തും വേണ്ടി അറിയാം, ഇനി എന്തും വേണ്ടി പഠിക്കാനുണ്ട്, ഇതിനകത്ത് ടഫായിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ, ആ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് എന്തെങ്കിലും എക്സ്റ്റേണൽ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ടോ, അതിന് വേറെ റിസോഴ്സസൊക്കെ എവിടെ നിന്നെല്ലാം കണ്ടുപിടിക്കാം, ഫ്രണ്ട്സ് പിന്നെ കൊളാബറേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടോ, അങ്ങനെയുള്ളവരും ഫോക്കസ്ഡ് ആണോ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം മാനേജ് ചെയ്ത് വരുന്ന കുട്ടികളാണ് നാളെ നല്ലൊരു ലീഡർഷിപ്പിലേക്ക് പോകും. നാളെ ജീവിതത്തിൽ എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾ വരുമ്പോഴും അവരതിനെ മാസ്റ്റർ ചെയ്യും. ഇപ്പോൾ പ്രത്യേകിച്ച് കണക്കും ഫിസിക്സും ഒക്കെ ചെറിയ പ്രായത്തിൽ വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വലിയ ടെക്നോളജികളെയൊക്കെ നാളെ മാസ്റ്റർ ചെയ്യാൻ, ആ ടെക്നോളജിയിൽ വരുന്ന അപ്ഡേഷൻസൊക്കെ പെട്ടെന്ന് പിന്നെ പഠിച്ചെടുക്കാനും ഒക്കെ അവർക്ക് കഴിയും. അത് ഇന്ന് അവർ സങ്കീർണമായ കണക്കിനെയൊക്കെ പഠിച്ചത് കൊണ്ടാണ്. ഞാൻ ഒരാളോട് ചോദിച്ചു, മോനെ കണക്ക് എങ്ങനെയാണ് പഠിക്കുന്നത്? വായിച്ചാണ് പഠിക്കുന്നത്. അപ്പം അത്ര നിസ്സാരമായി വായിച്ച് കണക്ക് പഠിക്കുന്ന ഒരാൾ നാളെ ഏത് പ്രശ്നത്തെയാണ് അവൻ ഫേസ് ചെയ്യാൻ പോകുന്നത്? ഒന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇന്ന് ഇരുന്ന് കണക്കൊക്കെ വൃത്തിയായിട്ട് പഠിക്കുകയാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന കണക്ക് വീട്ടിൽ വന്ന് ആ കോൺസെപ്റ്റ് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് കൂടുതൽ എക്സസൈസുകളൊക്കെ എടുത്ത് ചെയ്ത് കുറേ കൂടെ ടഫായി കുറേ കൂടെ അതിലൊരു മാസ്റ്ററി കൈവരിക്കാനൊക്കെ ശ്രമിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. മണ്ടന്മാരല്ല രാത്രിയിൽ കുത്തിയിരുന്ന് പഠിക്കുന്നത്. മൊബൈൽ ഫോണും തോണ്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ലെവലിലുള്ള അച്ചീവ്മെൻറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങോട്ട് വരുന്ന ലോകത്ത് എല്ലാവർക്കും എല്ലാ ഓപ്പർച്യൂണിറ്റിയും കിട്ടിയെന്ന് വരില്ല. കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസിൻ്റെ എണ്ണം കുറയുന്നു. അപ്പോൾ വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ കുറച്ച് ഓപ്പർച്യൂണിറ്റീസിനെ ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കോമ്പീറ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ രംഗത്തും വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ എഡ്യൂക്കേഷനും ലേണിങ്ങും എക്സാമും ഒക്കെ നമ്മുടെ കോമ്പീറ്റൻസിയും നമ്മുടെ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഒരു അവന്യൂ ആണ്. അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇതിനെ ഏതാണ്ട് കുഴപ്പം പിടിച്ചൊരു കാര്യമായിട്ട് കാണുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്.
അപ്പോൾ ഇന്ന് ശരിയായിട്ട് പെയിൻ എടുക്കുന്നവരായിരിക്കും നാളെ അതിൻ്റെ ഗെയിൻ എൻജോയ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല ഒരു പഠനകാലം ആശംസിക്കുന്നു. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളായ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ കമൻ്റായിട്ടൊക്കെ ഇട്ടാൽ ഫർദറായിട്ടുള്ള വീഡിയോസിലൊക്കെ അത് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.